ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പൂക്കളുടെ പർദീസയാണ്. എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള ഭീമ ഗാർഡൻസ് പ്ലാന്റ് നഴ്സറിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അവിടെ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പ് 2-3 തവണ ഞാൻ ഈ ഒരു പ്ലാന്റ് നഴ്സറിയുടെ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഡാലിയ. ഡാലിയ വന്നിട്ട് നമുക്ക് 3 രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. സീഡ്സ് വഴി, അതുപോലെ തന്നെ ഈ ഡാലിയയുടെ ചെറിയ തണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബൾബ്, ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിച്ചും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കട്ടിങ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 6 to 8 വീക്സ് എടുക്കും ഇതൊന്ന് നന്നായിട്ട് റൂട്ട്സ് ഒക്കെ വരാനായിട്ട്. അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെച്ചാൽ മാത്രമേ ഡാലിയയിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ സീഡ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വളർന്നു വരുന്നത് കാണാം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജെറീനിയം പ്ലാന്റ് ആണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പെലർഗോണിയം പ്ലാന്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. നല്ല ബഞ്ചായിട്ടുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്. പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുക. അതുപോലെ മോർണിംഗ് സൺലൈറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. പിന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും NPK ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റിന് യൂസ് ചെയ്യാം. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ബിഗോണിയ. ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഓരോ വർഷം കൂടുമ്പോഴും റീപോർട്ടിംഗ് അത്യാവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ബിഗോണിയയുടെ കട്ടിങ്സ് വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ചെറിയ ബൾബ് ഉപയോഗിച്ച് വേണമെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ റെഡ് ലീവ്സ് ഉള്ള ബിഗോണിയാസിന് കുറച്ചും കൂടെ സൺലൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് സീസണൽ പ്ലാന്റും കൂടിയായ സീനിയാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ളതാണ്. അതുമാത്രമല്ല നല്ല ഫുൾ സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ നിറയെ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് സീനിയയിൽ തന്നെ സിംഗിൾ പെറ്റൽസ് ഉണ്ട്. അതുപോലെ സെമി ഡബിൾ പെറ്റൽസ് ഉണ്ട്. ഡബിൾ പെറ്റൽസ് ഉള്ള ഒരുപാട് സീനിയ ഇപ്പം നമുക്ക് നഴ്സറിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നാടൻ സീനിയ ഉണ്ട്. അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റീസിലുണ്ട്. നാടൻ സീനിയ ആകുമ്പോഴത്തേക്ക് നല്ല പൊക്കം വെക്കും. ഹൈബ്രിഡ് ആകുമ്പോഴത്തേക്ക് പൊക്കം വെക്കത്തില്ല, പക്ഷേ ഒരുപാട് ബ്രാഞ്ചസോടുകൂടി ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കൊക്കോപീറ്റും കൂടെ ചേർത്ത് നമ്മൾ കൊക്കോപീറ്റ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ മണലും അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എല്ലാം നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ദിവസവും നമ്മൾ വെള്ളം കൊടുക്കാൻ ഓർമ്മിപ്പിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂട് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഇനി അങ്ങോട്ട് നമ്മളൊരു മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ദിവസം 2 നേരം വെള്ളം ഒഴിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഗാർഡനൊക്കെ വളരെ കളർഫുള്ളാക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ടൊറേനിയ അല്ലെങ്കിൽ വിഷ് ബോൺ ഫ്ലവർ എന്നറിയപ്പെടുന്നത്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. വയലറ്റ് ആണെങ്കിലും പിങ്ക് കളറ്, അതുപോലെ തന്നെ ബ്ലൂ, വൈറ്റ്, അങ്ങനെ പല ഷെയ്ഡിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഇതിപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് മണൽ കൂടുതലുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇതിന് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സൺലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടുതലും നല്ല വെയിലുള്ള ഭാഗത്ത് നന്നായിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ട് ഇപ്പം മാർച്ചൊക്കെ അടുക്കുമ്പോഴത്തേക്ക് നല്ല വെയിലായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഷെയ്ഡിലേക്ക്, ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഷെയ്ഡിലേക്ക് വെക്കുന്നതാണ് നല്ലത്. അത്രയും വെയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാടിപ്പോകുന്നതായിരിക്കും. ഇത് സീഡ്സിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചെറിയ തണ്ടുകൾ ഒടിച്ചു കുത്തി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് കലഞ്ചോ. കലഞ്ചോ പ്ലാന്റ്സ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പോട്ടിലല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പോട്ടിൽ തന്നെ ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ളൊരു പോട്ട് എടുത്താൽ മതി. ഒരുപാട് വലുപ്പമുള്ള പോട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സൺലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് വെക്കുക. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇലകളെല്ലാം കരിയാൻ തുടങ്ങും. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ആഴ്ച 2 പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇലകളെല്ലാം മഞ്ഞിക്കാൻ തുടങ്ങും. പിന്നെ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. മണൽ കൂടുതലുള്ളതും അതുപോലെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ നമുക്കിതിനു വേണ്ടി ചേർക്കാവുന്നതേ ഉള്ളൂ. ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇതിന് ഒരുപാട് നല്ലത്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഡയാന്തസിനുള്ളത്. നല്ല പൂക്കളുടെ അറ്റം വന്നിട്ട് ഷാർപ്പായിട്ട് ഇരിക്കുന്ന അതിനൊരു പ്രത്യേകത തന്നെയാണ് കാണാനായിട്ട്. അതുമാത്രമല്ല ഒരുപാട് ഷെയ്ഡിൽ അവൈലബിളാണ് ഇപ്പം മാർക്കറ്റിൽ. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ വിത്തുകളുണ്ട്. പക്ഷേ വിത്തിനേക്കാളും കൂടുതൽ നന്നായിട്ട് വളർന്നു വരുന്നത് ചെറിയ ചെറിയ തണ്ടുകൾ ഒടിച്ചു കുത്തുമ്പോഴാണ് ഇത് നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഡയാന്തസ് ചെടികൾക്ക് നല്ല കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് ചീത്തയായി പോകുന്നതാണ്. പക്ഷേ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് ജമന്തി. ഇതിനെ ക്രിസാന്തമം പ്ലാന്റ് എന്ന് പറയും. ഇതുപോലെ തന്നെ ഇതിനെ കുറച്ച് നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. മോർണിംഗ് സൺലൈറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഒരു 5 hours മോർണിംഗ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് വാടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റാനും ഓർക്കുക. ഡെഡ് ഹെഡിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകാനും ഇടയാകും. അതുപോലെ തന്നെ വെള്ളം പാർന്നു പോകുന്ന പോട്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഫംഗൽ പ്രോബ്ലംസ് കുറച്ച് കൂടുതലായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പം നമ്മൾ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് കൂടെ ഇതിൽ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് പോയിൻസെറ്റിയ പ്ലാന്റ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് എല്ലാവരും കണ്ടു നോക്കുക. കാരണം നമ്മൾ നഴ്സറിയിൽ നിന്ന് ഈ പ്ലാന്റ് വാങ്ങിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഈ ഒരു റെഡ് എല്ലാം മാറി ഗ്രീൻ ആവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ഒക്സാലിസ് ട്രയാങ്കുലരീസ് എന്നുള്ള ഒരു പ്ലാന്റാണ്. നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. ഇത് ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള പെറ്റൂണിയ പ്ലാന്റ്സ് ആണ്. ചെറിയ തൈകളാണുള്ളത്. പല കളേഴ്സ് ഉണ്ട്. പെറ്റൂണിയ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പ്രത്യേകത പൂക്കൾ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. നാടൻ വെറൈറ്റീസിലുള്ളതും അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള വിംഗ റോസ് ഇവിടെ അവൈലബിൾ ആണ്. പല കളേഴ്സിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. സാധാരണ കവറിലും കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റോക്ക് കൂടുതലും ഈ പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഭീമ ഗാർഡൻസിൽ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്റ്റോക്കുകളൊക്കെ തീരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരത്തെ ചെല്ലുക. പലരും എനിക്ക് കമൻറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചെന്ന സമയത്ത് പ്ലാന്റ്സൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അതൊന്ന് നേരത്തെ തന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം ചെല്ലുക. അതുപോലെ തന്നെ ബാൽസത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ്, പ്രത്യേകിച്ച് റെഡ്, വൈറ്റ്, റോസ് അങ്ങനെ പല ഷെയ്ഡ്സിലുള്ള ഡബിൾ കളർ ഷെയ്ഡിലുള്ള ഒരുപാട് ബാൾസും തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വന്ന് ചൂസ് ചെയ്യാം. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് സെലോഷ്യ പ്ലാന്റ്. ഇത് ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. 6 to 8 hours ഫുൾ സൺലൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ നല്ല പോലെ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സീഡ്സ് വഴിയോ അല്ലെങ്കിൽ കട്ടിങ്സ് വഴിയോ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് പെൻഡാസ്. ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരും. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ പെൻഡാസിൻ്റെ വേറൊരു പേരും കൂടെ ഉണ്ട്,
ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ സീഡ്സ് വെച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മളൊരു സീഡ്സ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു 14 തൊട്ട് 21 ദിവസം 14 to 21 ഡേയ്സിനുള്ളിൽ ജെർമിനേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ അതുമാത്രമല്ല നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലിലാണ് ഇത് നന്നായിട്ട് വളർന്നു വരുന്നത്. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് ഈ പ്ലാന്റ് വെക്കരുത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ബെർണിയ. ശരിക്കും ഇത് വളരെ ബുഷിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു വേരിഗേറ്റഡ് ടൈപ്പിലുള്ളൊരു പ്ലാന്റാണ്. അതുമാത്രമല്ല ഇതിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. കൂടുതൽ മോയിസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ് വാടാമുല്ല അല്ലെങ്കിൽ വാടാമല്ലി എന്നറിയപ്പെടുന്നത്. ഒട്ടും തന്നെ കെയർ വേണ്ടാത്ത ഒരു ചെടിയാണ്. എപ്പോഴും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് വാടാമല്ലി എന്ന് വരാനുള്ള കാരണവും ഇതിൻ്റെ പൂക്കൾ ഒരുപാട് കാലം വാടാതെ നിൽക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സീഡ്സ് പാകിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കുന്നത്. പുതിയ സ്റ്റോക്കിൽ വന്നിരിക്കുന്നതാണ് ആൻറ്റോറിയംസ്. ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. പല ഷെയ്ഡിൽ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് സ്നോഫ്ലേക്ക് യൂഫോബിയ എന്നുള്ളത്. ഇത് ഒരു വേരിഗേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. 2 ഷെയ്ഡിലാണ് കാണുന്നത്. അതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒരുമിച്ച് 2-3 പോട്ട്സ് അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ കുറേ കൂടെ ഭംഗിയാണ്. ഇതിൻ്റെ സ്റ്റെം നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു പ്ലാന്റാണ്. പാർഷ്യൽ സൺലൈറ്റിൽ പോലും നന്നായിട്ട് വളർന്നു വരുന്നതാണ്. വളരെ അപൂർവമായിട്ടാണ് ഈ ഗ്രീൻ കളറിലെ റോസ് കാണുന്നത്. നേഴ്സറിയിൽ അധികം അങ്ങനെ കാണാറില്ല, ചില സമയത്ത് മാത്രമാണ് കാണുന്നത്. ഈ ഗ്രീൻ കളറാണ് റോസിൻ്റെ കളറെങ്കിലും വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഇനിയും കുറേ പ്ലാന്റ്സ് ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൽ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അതിന് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്. ചില സമയത്ത് നമ്മൾ പ്ലാന്റ്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിക്കുകയും വിത്തുകളെടുത്ത് അത് വളരുന്നവരെയും ചിലപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. അതിന് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കിലൂടെയും കമൻസിലൂടെയും ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താനും മുന്നോട്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഇടാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. അതുവരേക്കും ബൈ ബൈ.